പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ റെയിൽവേ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് നാരോ ഗേജ് ആയിരുന്നു. അതായത് നമ്മുടെ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ചെറിയ ട്രാക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അതൊക്കെ മാറ്റി നമ്മൾ വലിയ റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു, പുതിയ തരം ട്രെയിൻസ് വന്നു ഒക്കെ അല്ലേ. പക്ഷേ ഇവിടെ ഇപ്പോഴും ഈ നാരോ ഗേജ് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും, എന്തോരം ചെറിയ റെയിൽവേ ട്രാക്കാണെന്നുള്ളത് അല്ലേ. അപ്പം ആ സംഭവം ഇപ്പോഴും ഇവിടെയുണ്ട്, സ്റ്റീം ട്രെയിൻസ്. അപ്പോൾ അതിപ്പോൾ വരും, നമ്മളിപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളിവിടെ ഉള്ളത് എന്താ പറയുക, എസ്കഡേൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനത്തെ കുറച്ച് ഹിസ്റ്ററി പോലത്തെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ചെറിയൊരു കൗതുകമായിട്ടുള്ളൊരു സംഭവമായിരിക്കും. ട്രാക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ വരും, അപ്പോൾ ട്രെയിൻ കാണാൻ വേണ്ടി നമ്മൾ വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വന്നിരുന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കാം, ട്രെയിൻ വരുന്നതും കാണാം. ഗായ്സ് നോക്ക് ഗായ്സ്, ഇത്രയും ചെറിയൊരു ട്രാക്കാണ് കണ്ടോ, എൻ്റെ കാല് ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെറിയൊരു ട്രാക്കാണ് കേട്ടോ. അതിങ്ങനെ ഈ മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ ട്രാക്ക് ഇങ്ങനെ പോകും. പിന്നെ അവിടെ നമുക്ക് ട്രാക്ക് നമുക്ക് റെയിൽ പാളം മാറ്റാനായിട്ടുള്ളൊരു സെറ്റപ്പാണ് അവിടെ കാണുന്നത്. ഞാൻ ക്ലോസപ്പായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സംഭവം ട്രെയിൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ട്രാക്ക് മാറ്റാനൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. കണ്ടോ, ഇവിടെയാണ് ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റാർട്ടിങ്ങും ഒരു സ്റ്റാർട്ടിങ് എൻഡ് എന്ന് പറയുന്നത്. ഒരു എൻഡ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതിനപ്പുറത്തോട്ട് നമുക്ക് റോഡാണ് കാണുന്നത്, ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഇവിടെയാണ് ഈ സംഭവം എൻഡ് ആവുന്നത്. ഈ സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാക്ക് മാറ്റുന്നതൊക്കെ. കണ്ടോ, അടിപൊളിയല്ലേ. ഇതിങ്ങനെ മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെ ഇതിങ്ങനെ പോകും. നീ എന്തിനാ പേടിക്കുന്ന ലുക്ക്? ട്രാക്ക് മാറ്റി വെച്ചു, സെക്കൻഡ് ട്രാക്കിലോട്ട് കയറ്റി. പോണം. പക്ഷേ ഇതെങ്ങനെ കണക്ട് ചെയ്യും? ഇതിനുള്ളിൽ അങ്ങ് വെറുതെ കൽക്കരി നിറയ്ക്കുന്ന കണ്ടോണ്ടിരിക്കുന്നത് ഗൈസ്. കണ്ടോ, കൽക്കരിക്ക് ഇത് അവിടെ തന്നെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. അത് അവരവിടെ വരെ പോയിട്ട് അതൊരൊറ്റ റെയിലാകുന്നുണ്ട് അവിടെ പോയിട്ട്. ആ റെയിലിലോട്ട് പോയിട്ട് അത് തിരിച്ചു വരികയാണ്. ഞങ്ങൾ ചോദിച്ചാൽ അത് അങ്ങനെ മൗണ്ടൻ കയറി പോകുന്നു. ഓക്കെ, അത് അവർ തിരിച്ച് അവിടെ പോയിട്ട് ഒന്നായിട്ടുള്ള റെയിലോട്ട് കയറിയിട്ട് തിരിച്ച് ഇവിടെ വരുന്നു.